പലർക്കുമുള്ള സംശയമാണ് 5 കോടി സബ്സ്ക്രിപ്ഷനുള്ള കെഎൽ ബ്രോസിന് എത്ര വരുമാനം കിട്ടും. ശരിക്കും ഇവർക്കാണോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള യൂട്യൂബേഴ്സ്? സത്യം പറഞ്ഞാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കെഎൽ ബ്രോസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷനുള്ള ഒരു ചാനലായിട്ട് മാറിയത്. ഇവരിടുന്ന വീഡിയോസിന് അർജുൻ്റെ അത്രയോ കരിക്കിൻ്റെ അത്രയോ എംഫോർടെക്കിൻ്റെ അത്രയോ പോലും വ്യൂസ് വരുന്നില്ല. എന്നിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഇത്ര അധികം സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്? കെഎൽ ബ്രോസ് ഇടുന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ ആർക്ക് മനസ്സിലാകും അവർ കിട്ടുന്ന വ്യൂസ് 1,00,000-ൻ്റെയും 3,00,000-ൻ്റെയും ഇടയിൽ മാത്രമാണ്. മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുന്ന സമയത്തും സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര അധികം സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്? കെഎൽ ബ്രോസിന് സബ്സ്ക്രിപ്ഷൻ കൂടാനുള്ള മെയിൻ കാരണം അവരുടെ ഷോർട്സ് വീഡിയോസ് ആണ്. ഷോർട്സ് വീഡിയോസ് വളരെ പെട്ടെന്ന് വൈറലാവുകയും അതിന് കൂടുതൽ സബ് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇവരിടുന്ന ഷോർട്സിന് ഭാഷ ആവശ്യമില്ല, ആക്ടിങ് മാത്രം മതി. നല്ല കിടിലൻ പാട്ടിൻ്റെ അകമ്പടിയോടെ വരുന്ന ഇത്തരം ഗുഡ് ആക്ടിങ്ങിന് വേൾഡ് വൈഡായിട്ട് ഫാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും യൂറോപ്പിലും ഏഷ്യയിലും വരെ ഫാൻസ് ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സായിട്ട് പോലും ഇവർ കാണിക്കുന്ന വിനയം, എളിമ, ലാളിത്യം ഇത് എല്ലാ ആൾക്കാർക്കും വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. ഇതും ഇവർക്ക് പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും സബ് ഉണ്ടാക്കാനും റീസണായി. എന്നാൽ ഇവർക്കെപ്പോഴും മറ്റ് യൂട്യൂബേഴ്സിനേക്കാൾ ഏണിങ്സ് വളരെ കുറവായിരിക്കും. കാരണം ഇവർ കൂടുതലും ഇടുന്നത് ഷോർട്സ് വീഡിയോസ് ആണ്. ഷോർട്ട് വീഡിയോസിന് ഏണിങ്സ് കുറവും വീഡിയോസിന് ഏണിങ്സ് കൂടുതലുമാണ്. ഇവർ കിട്ടുന്ന വരുമാനം ഏകദേശം 25 ലാഖിന് മുകളിലാണ്.